ദൈവമക്കൾ നന്മ അനുഭവിക്കണമെന്നും സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുമൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന ടീച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. പക്ഷേ അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർ ഫ്രോഡാണ്, ഇല്ലെങ്കിൽ ആ പാസ്റ്റർ ഫേക്കാണ്. ആരെങ്കിലും ഒരാൾ സാമ്പത്തിക നന്മയെക്കുറിച്ചൊന്ന് പ്രസംഗിച്ചു പോയാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളും വാഗ്ധോരണികളും ആശയ സംഘടനകളും വളരെ വലിയതാണ്. നമ്മുടെ മക്കൾ ദാരിദ്ര്യം അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നവർക്ക് അനുഗ്രഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുഗ്രഹം അനുഭവിച്ചവരാണെന്ന് തോന്നുന്നു അനുഗ്രഹത്തിനെതിരെ പറയണേ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രം മതി, മറ്റുള്ളവർക്ക് വേണ്ട. വഴി സൈഡിൽ ഒത്തിരി കൈനീട്ടി നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ പെന്തക്കോസുകാരെല്ലാം കൂടി കൈനീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞുള്ള അവസ്ഥയൊന്നോർത്തേ. അപ്പം നമ്മൾ തന്നെയല്ലേ നമ്മുടെ നന്മകളെ അടയ്ക്കുന്നത്? നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഇല്ലാത്തതെല്ലാം കുത്തിത്തിരുകണത്? ഞാൻ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ച ഒരാളാണ്. വർഷങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ച ഒരാളാണ്. വഴി സൈഡിൽ, റോഡ് സൈഡിൽ കൈനീട്ടി ഭിക്ഷാടനം നടത്തിയ 4-5 വർഷങ്ങൾ ജീവിതത്തിൽ മറക്കാനൊക്കത്തില്ല. അതൊക്കെ അറിഞ്ഞ പലരും എന്നോട് പറഞ്ഞു, യു ആർ എ മാൻ ഓഫ് ഗാഡ്. എന്ന് വെച്ചാൽ നീ ദാരിദ്ര്യം അനുഭവിച്ചു പോകുമ്പോൾ നിങ്ങൾ ദൈവമനുഷ്യനാണെന്ന് പറയാൻ ആളുണ്ട്. പക്ഷെ നിങ്ങളൊരു വാഹനമൊക്കെ വാങ്ങി നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ പറഞ്ഞവർ പറയും, ആ പുള്ളി ഇപ്പോൾ ആ കൃപയിൽ നിന്ന് പോയിരിക്കുകയാണ്. ദൈവദാസന്മാരെ, ഞാൻ 10-20 ലക്ഷം രൂപ വിലയുള്ളൊരു കാറിൽ ഞാൻ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്ന് എൻ്റെ ഫ്രണ്ടിൽ കുറേ പാവങ്ങൾ ഇരിക്കുമ്പോൾ അവരോട് എനിക്കൊരിക്കലും 20 ലക്ഷം രൂപ വിലയുള്ള കാറിൽ വന്ന ഞാൻ കഷ്ടങ്ങളിൽ കൂടി നടന്നുകൊള്ളുക, ദുഃഖമാണ് എപ്പോഴും നിങ്ങൾക്കുള്ള ശമ്പളം ഈ ഭൂമിയിൽ, ദൈവത്തെ ഒരു ഭാഗത്ത് സേവിക്കുന്നുണ്ടെങ്കിലും കഷ്ടങ്ങൾ മാറത്തില്ല, ദുഃഖങ്ങൾ മാറത്തില്ല, സന്തോഷിക്കാൻ വകുപ്പില്ല എന്നൊന്നും പ്രസംഗിക്കാൻ എനിക്ക് നാവ് പൊങ്ങത്തില്ല. ഒരിക്കലും അനുഗ്രഹം എന്നുള്ളത് സഭയിൽ പരാമർശിക്കരുത്. കഷ്ടത മാത്രം പറയുക, ക്രൂശ് മാത്രം പറയുക. ക്രൂശിൻ്റെ പാദമുള്ളുകൾ നിറഞ്ഞതാണ്. ഒരിക്കലും നന്മ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ റൈറ്റില്ല. ദൈവവചനം അത് പറയുന്നില്ല. ജനത്തെ അങ്ങനെ പാപത്തിലേക്ക് തള്ളിവിടരുത്. ജനത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകണം. അവർ നന്മയല്ല അനുഭവിക്കണ്ടേ, അവർ ക്രൂശാണ് അനുഭവിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്തോറും എനിക്കങ്ങ് വിഷമം. കാരണം ഇനി ഞാൻ ഭിക്ഷാടനത്തിന് പോകണോ? ഇനി ഞാൻ കടം മേടിക്കണോ? ഇനി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണോ? ഇനിയും പണ്ട് 32 ദിവസം പട്ടിണി കിടന്ന പോലെ ഇനിയും പട്ടിണി കിടക്കണോ? ചോദ്യങ്ങളകത്ത് വരാൻ തുടങ്ങി. കുറെ പണം വാരിക്കൂട്ടാൻ വേണ്ടിയാണോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്? ഒരിക്കലുമല്ല. എന്നാൽ സുവിശേഷ വേലയ്ക്ക് പണം വേണ്ടേ? നിർബന്ധമായും വേണം. സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷമോ അതോ അത് ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷമോ? അബ്രഹാം വലിയ ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിൻ്റെ ആട് മാടുകളെയൊക്കെ ദേശത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. വഞ്ചിക്കപ്പെടരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പറഞ്ഞു വിടുന്ന വഞ്ചനയുടെ നാവിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്ന ചില സാമ്പത്തിക ഏരിയകളെ സ്പർശിച്ചുള്ള ചില ആലോചനകളാണ്. ദൈവവചനത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നമുക്ക് ഒരുമിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി, ധ്യാനിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് 4-ാമത്തെ അധ്യായത്തിൽ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ സമൃദ്ധിയായിരിക്കുന്നു എന്ന് പറയുന്ന സമയം പൗലോസിൻ്റെ ലൈഫിൽ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഈ ആത്മീക തലങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയങ്ങളും ആശയ സംഘടനകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല സബ്ജക്റ്റുകളിലൊന്നാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്നുള്ള പദപ്രയോഗം. ഞാൻ 10-30 വർഷമായിട്ട് കർത്താവിൻ്റെ വയലിലായിരിക്കുന്നത് കൊണ്ട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ, പലരുടെയും കമൻസ്, ഒടുവിൽ ചിലർ സ്ഥിരീകരിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ ആശയ സംഘടനകൾ നമ്മുടെ ഈ ഒരു തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഘടനകൾക്കും നമുക്കൊരു അറുതി വരുത്താൻ ഒക്കുകയില്ല. എന്നാൽ നിഷ്പക്ഷമായി ദൈവവചനത്തെ സ്നേഹിക്കുകയും ധ്യാനിക്കുകയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുന്ന
സാധാരണക്കാരായ കുറച്ച് ദൈവമക്കളോട് എനിക്ക് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങളോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ. ഇതൊരു സന്ദേശമൊന്നുമല്ല, ഇത് കുറച്ച് അനുഭവങ്ങളാണ്. ഞാനത് നിങ്ങൾക്ക് കൈമാറുകയാണ്. സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷമോ അതോ അത് ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷമോ? ഈ ഒരു 2 ഭാഗങ്ങൾ വളരെ ആശയ സംഘടനകൾ ഉള്ളതാണ്. യേശു കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും. സുവിശേഷത്തിൽ സാമ്പത്തിക നന്മകൾ, വിശുദ്ധ ബൈബിളിൽ സാമ്പത്തിക നന്മകളെക്കുറിച്ചെല്ലാം ബൈബിൾ പരാമർശിക്കുന്നുണ്ട്. അബ്രഹാം വലിയ ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിൻ്റെ ആട് മാടുകളെയൊക്കെ ദേശത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ഓരോ ഭക്തന്മാരെയും എടുത്തു പഠിച്ചാൽ ധാരാളം ദൈവിക നന്മകൾ ഭൂമിയിൽ, ഭൗതിക നന്മകളും ആത്മീക നന്മകളും എല്ലാം അനുഭവിച്ച ഭക്തന്മാരുണ്ട്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ആരെങ്കിലും ഒരാൾ സാമ്പത്തിക നന്മയെക്കുറിച്ചൊന്ന് പ്രസംഗിച്ചു പോയാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളും വാഗ്ധോരണികളും ആശയ സംഘടനകളും വളരെ വലിയതാണ്. സുവിശേഷം സമൃദ്ധിയുടേതാണോ? ഒരിക്കലുമല്ല. സുവിശേഷം ദാരിദ്ര്യത്തിൻ്റെയാണോ? ഒരിക്കലുമല്ല. ഇത് രണ്ടും ദൈവമക്കളൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷമായി. കുറെ പണം വാരിക്കൂട്ടാൻ വേണ്ടിയാണോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്? ഒരിക്കലുമല്ല. എന്നാൽ സുവിശേഷ വേലയ്ക്ക് പണം വേണ്ടേ? നിർബന്ധമായും വേണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു നാരോ വേ ഉണ്ട്. അത് കറ പുരളാത്ത കൈയുമായി കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് കൈമാറാം. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ദൈവമക്കൾ നന്മ അനുഭവിക്കണമെന്നും സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിക്കണമെന്നുമൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന, ടീച്ച് ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ കൈവപ്പിനാൽ ദൈവമക്കൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതാണോ എനിക്ക് നല്ലത്? ദൈവമക്കൾ നന്മയിലേക്ക് പോകുന്നതാണോ എനിക്ക് നല്ലത്? അപ്പോൾ അത് ചിന്തിച്ചേ പറ്റുള്ളൂ. ഒരനുഭവം, ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിൽ പോയി. ഞാൻ ആ ക്ലാസിൻ്റെ രംഗസംവിധാനം ഇത്രയേ ഉള്ളൂ. ജനത്തോട് സങ്കീർത്തനം 23 കുറേ ദൈവിക നന്മകൾ അവരോടൊന്ന് പങ്കുവെക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു 10-15 ബ്ലെസ്സിങ്സ് ഞാൻ പറഞ്ഞു. ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. പക്ഷേ അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള പാട്ട് പാടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അനുഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്റർ ഫ്രോഡാണ്, ഇല്ലെങ്കിൽ ആ പാസ്റ്റർ ഫേക്കാണ്, ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരിക്കലുമല്ല. ചെറിയാൻ സാർ ഏറ്റവും കഷ്ടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ വൻവിനകൾ വന്നിടുകൾ വലയുകയില്ല എൻ്റെ ഹൃദയം അനുഗ്രഹത്തിന് അധിപതിയെ എന്നുള്ള പാട്ട് എത്ര ഈടുറ്റതാണ്, ആഴമേറിയതാണ്. അതെ, ദാരിദ്ര്യത്തിൻ്റെ അധിപതിയെ എന്നല്ല ചെറിയാൻ സാറ് പാടിയത്, അനുഗ്രഹത്തിൻ്റെ അധിപതിയെ എന്നാണ്. നമ്മളത് ഏറ്റുപാടുന്നവരാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും അനുഗ്രഹത്തിനെതിരെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മക്കൾ ദാരിദ്ര്യം അനുഭവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അനുഗ്രഹം വേണ്ട എന്ന് പറയുന്നവർക്ക് അനുഗ്രഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുഗ്രഹം അനുഭവിച്ചവരാണെന്ന് തോന്നുന്നു അനുഗ്രഹത്തിനെതിരെ പറയണേ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രം മതി, മറ്റുള്ളവർക്ക് വേണ്ട. അതൊരു ഡ്യുവൽ ഫേസാണ്. ആ ഡ്യുവൽ ഫേസ് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 14-15 അനുഗ്രഹങ്ങൾ ഞാനിങ്ങനെ സാംസ് 23 നിന്ന് പറയുകയാണ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഇപ്പോൾ ഏറ്റവും വലിയ ബ്ലെസ്സിങ് നമ്മുടെ ദൈവം തന്നെയാണ്. ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്ക് കുറവ് വരുത്താതെ എന്നെ നടത്തുന്ന ദൈവം. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ബൈബിൾ അങ്ങനെ പറയുന്നു. പിന്നെ ഉണക്കിൻ്റെ അകത്തിരുന്നല്ല ദൈവം തൻ്റെ ജനത്തെ നടത്തിയത്, പച്ചയായ പുൽപ്പുറം. അതെത്രയാണെങ്കിലും അനുഗ്രഹമല്ലേ, ഒരു നന്മയല്ലേ. നമ്മുടെ വീടുകളൊക്കെ പച്ചപ്പ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു പെന്തക്കോസുകാരനാകാതെ, എനിക്ക് പറയാൻ പറ്റും, വഴി സൈഡിൽ ഒത്തിരി കൈ നീട്ടി നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ പെന്തക്കോസുകാരെല്ലാം കൂടി കൈ നീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞുള്ള അവസ്ഥയൊന്നോർത്തേ. അപ്പം നമ്മൾ തന്നെയല്ലേ നമ്മുടെ നന്മകളെ അടയ്ക്കുന്നത്? നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഇല്ലാത്തതെല്ലാം കുത്തിത്തിരുകണത്? നമ്മൾ ചിന്തിക്കണം. വെറുതെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ പറയണത് എവിടം വരെ എത്തുന്നുണ്ട്? എന്താണ് അതിൻ്റെ അന്തസത്ത? ഇതൊന്ന് ചിന്തിക്കണം.
അപ്പോൾ പച്ചപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ സ്വസ്ഥതയുള്ള വെള്ളം. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടിയും പിടിയും വഴക്കും വയ്യാവേലിയും കമ്മിറ്റിയും കൗൺസിലും ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കി വാക്തർക്കങ്ങളാക്കി സഭയ്ക്കകത്ത് അടി ഇടി, ഇതല്ലല്ലോ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം. ഇതൊന്നും അല്ലല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. സ്വസ്ഥതയുള്ള വെള്ളം. അപ്പോൾ അസ്വസ്ഥതയുടെ അനുഭവങ്ങളിൽ കൂടി പോകുന്ന സമയത്ത് നമുക്കൊരു സ്വസ്ഥത തരുന്ന ദൈവം, അതൊരു ബ്ലെസ്സിങ് അല്ലേ? സ്വസ്ഥത. തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. അപ്പോൾ നീതിപാത വലിയ നാഷണൽ ഹൈവേ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു നീതിപാത എന്ന് വെച്ചാൽ അപ്പനും അമ്മയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ദൈവം അപ്പനോടും അമ്മയോടും ഉള്ള നീതി അവർക്കൊരു പാതയാക്കി മാറ്റുകയാണ്. അനുഭവിക്കട്ടെന്നേ. ദൈവത്തെ മറന്നു പോകരുത്. അപ്പോഴും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. പച്ചപ്പ് വരുമ്പോഴും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. സ്വസ്ഥതയുള്ള അനുഭവത്തിലും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പോൾ ഇതൊരു അനുഗ്രഹം. പിന്നെ വരുന്നത് കൂരിരുൾ താഴ്വര. അതൊരു വലിയ അനുഗ്രഹമൊന്നുമല്ല, ഭയങ്കര മരണ നിഴലിൻ്റെ താഴ്വരയാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു അനുഗ്രഹമുണ്ട്. കൂടെ നടക്കുന്നൊരു ദൈവം, നീ എൻ്റെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ അവിടെയും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. പോരാ, എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകമില്ലാത്ത ജീവിതത്തേക്കാൾ നല്ലതല്ലേ സാറേ അഭിഷേകമുള്ള ജീവിതം? അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഒരു അഭിഷേകമില്ലാത്ത പരിക്കൻ ഒരു വിശ്വാസിയായിട്ട്, പരിക്കൻ മേഖലയിലെ മിനിസ്ട്രി ആയിട്ട് ഇങ്ങനെ പോകുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ അഭിഷേകമുള്ള ഒരു ജീവിതം? അപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷവും സമ്പത്തും അല്ലേ അഭിഷേകം. 10:38 ബുക്ക് ഓഫ് ആക്ട്സ്, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദാവീദ് പാടുകയാണ്. അപ്പോഴും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. സ്പിരിച്വൽ പ്രൈഡ് വരാനൊക്കത്തില്ല. അവിടെയും താഴ്മയോടെ പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അടുത്തത്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. അവിടെ 2 ബ്ലെസ്സിങ്സ് ആണ്. ഒന്ന് ഫിൽ ആൻഡ് ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സ്. ഒന്ന് നിറയുക, 2 കവിയുക. വലിയ വലിയ സംഘടനകൾ ഉണ്ടാകുന്ന പദങ്ങളാത്. കവിയുക, നിറയുക. ബൈബിൾ അങ്ങനെ പറയുന്നു. ദൈവവചനം പറയുന്നതിന് അപ്പുറത്ത് എന്ത് സംഘടനം സഹോദരങ്ങളെ? നിറയട്ടെ, കവിയട്ടെ. നിറയുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. കവിയുന്നത് കൊണ്ട് ദൈവരാജ്യത്തെ പരിപോഷിപ്പിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് കുറേ അനുഗ്രഹങ്ങളുടെ പട്ടികയാണ്. അപ്പം നിറയുമ്പോഴും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. കവിയുമ്പോഴും പറയണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അപ്പം ഞാൻ ഈ ഒരു അനുഗ്രഹമൊക്കെ ഇങ്ങനെ അവരോട് ടീച്ച് ചെയ്യുക. അപ്പോൾ എനിക്ക് ജനത്തെ ഒന്ന് ബ്ലെസ് ചെയ്യുക, അവരെ ഒന്ന് അനുഗ്രഹിക്കുക. ഞാൻ എൻ്റെ മെസ്സേജിൽ ഏറ്റവും കൂടുതൽ പറയും, ഞാൻ എൻ്റെ കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ച ഒരാളാണ്. വർഷങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ച ഒരാളാണ്. വഴി സൈഡിൽ, റോഡ് സൈഡിൽ കൈ നീട്ടി ഭിക്ഷാടനം നടത്തിയ 4-5 വർഷങ്ങൾ ജീവിതത്തിൽ മറക്കാനൊക്കത്തില്ല. അതൊക്കെ അറിഞ്ഞ പലരും എന്നോട് പറഞ്ഞു യു ആർ എ മാൻ ഓഫ് ഗാഡ് എന്ന് വെച്ചാൽ നീ ദാരിദ്ര്യം അനുഭവിച്ചു പോകുമ്പോൾ നിങ്ങൾ ദൈവമനുഷ്യനാണെന്ന് പറയാൻ ആളുണ്ട്. പക്ഷെ നിങ്ങളൊരു വാഹനമൊക്കെ വാങ്ങി നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ പറഞ്ഞവർ പറയും ആ പുള്ളി ഇപ്പോൾ ആ കൃപയിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇത് പിശാചിൻ്റെ ഒരു നയമാണ്. പിശാച് കയ്യിലെടുക്കുന്നത് പുറത്തുള്ളവരെയല്ല, അകത്തുള്ളവരെയാ. പ്ലീസ് ബി കെയർഫുൾ. അപ്പം ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു 6 അടി പൊക്കമുള്ള ഒരു അങ്കിള് അച്ചായൻ ഇങ്ങനെ എഴുന്നേക്കും, പിന്നെ ഇരിക്കും, പിന്നെ എഴുന്നേക്കും, പിന്നെ ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ഡയജസ്റ്റ് ആകുന്നില്ല ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നൊക്കെ ഞാൻ കൂടെ പറയണത്. പച്ചപ്പ് വരുമെന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടണില്ല. സ്വസ്ഥത വരുമെന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ അകത്തെ ദുരാത്മാവിനെ അങ്ങോട്ട് പിടിക്കണില്ല. പുള്ളി എഴുന്നേൽക്കുന്നു, ഇരിക്കണു. എനിക്ക് മനസ്സിലായി ഈ സെഷൻ കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ കോളറെ പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനിതെല്ലാം കഴിഞ്ഞ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോകുകയാണ്. ഞാൻ ബൈബിളിൽ നിന്ന് വചനമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ ഇറങ്ങി ചെല്ലുന്നു. ഇദ്ദേഹം എനിക്ക് കൈ തന്നു, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. ഉടനെ പുള്ളി എൻ്റെ തോളലോട്ട് ഇങ്ങനെ കൈ എടുത്തങ്ങ് ഇട്ടു. ഞാൻ ചോദിച്ചു അങ്കിളെ എന്താ പേരൊക്കെ പറഞ്ഞു. എവിടെ വീടിൻ്റെ അടുത്താണ്. ഓക്കെ, എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ. ഞാനും പാമ്പാടിക്കാരനല്ലേ. പാമ്പാടിയിൽ നിന്ന് 10-15 കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹം താമസിക്കുന്നു. എന്നോട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പാസ്റ്റർ ഇന്ന് പറഞ്ഞത് ടീച്ച് ചെയ്തതെല്ലാം തെറ്റാണ്. അപ്പോൾ നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അവർ നിങ്ങളെക്കാൾ മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ചവരാകയാൽ അവർക്ക് വന്ദനം ചൊല്ലുവീനെന്നാണ് 16:7 റോമലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അപ്പോൾ നമ്മളെക്കാൾ മുമ്പ് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ നമ്മൾ വന്ദനം ചൊല്ലിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനും മിണ്ടാണ്ടിരിക്കുകയാണ്. ഞാനും പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് കഷ്ടപ്പെട്ട അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ എല്ലാ അനുഭവങ്ങളുടെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനേറെ വിശദീകരിക്കുന്നു. ഞാൻ ചോദിച്ചു,
അപ്പച്ചാ അങ്കിളെ, എന്താണ് ഞാൻ പറഞ്ഞ തെറ്റ്? ഒരിക്കലും അനുഗ്രഹം എന്നുള്ളത് സഭയിൽ പരാമർശിക്കരുത്. കഷ്ടത മാത്രം പറയുക, ക്രൂശ് മാത്രം പറയുക. ക്രൂശിൻ്റെ പാത മുള്ളുകൾ നിറഞ്ഞതാണ്. ഒരിക്കലും നന്മ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ റൈറ്റില്ല. ദൈവവചനം അത് പറയുന്നില്ല. ജനത്തെ അങ്ങനെ പാപത്തിലേക്ക് തള്ളിവിടരുത്. ജനത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകണം. അവർ നന്മയല്ല അനുഭവിക്കണ്ടേ, അവർ ക്രൂശാണ് അനുഭവിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്തോറും എനിക്കങ്ങ് വിഷമം. കാരണം ഇനി ഞാൻ ഭിക്ഷാടനത്തിന് പോകണോ? ഇനി ഞാൻ കടം മേടിക്കണോ? ഇനി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണോ? ഇനിയും പണ്ട് 32 ദിവസം പട്ടിണി കിടന്ന പോലെ ഇനിയും പട്ടിണി കിടക്കണോ? ചോദ്യങ്ങളകത്ത് വരാൻ തുടങ്ങി. ഞാൻ വളരെ മെല്ലെ ചോദിച്ചു, അങ്കിളിന് എത്ര മക്കളുണ്ട്? അങ്കിൾ എവിടെ താമസിക്കുന്നു? വീട് ഏതാണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് സ്വന്തം വീടാണ്. 1 ഏക്കറിൻ്റെ അകത്താണ് എൻ്റെ വീട്. 7 ബെഡ്റൂമുണ്ട്. വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. 3 മക്കൾ, ഒരാൾ ലണ്ടനിൽ, ഒരാൾ ഡാലസിൽ. അപ്പോൾ 3ാമത്തെ ആൾ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ട. കാരണം പുള്ളിക്ക് 1 ഏക്കറിൻ്റെ അകത്ത് 7 ബെഡ്റൂമുള്ളൊരു വലിയ ബംഗ്ലാവ്. കുഴപ്പമില്ല, അത് നന്മയല്ല. പുള്ളിയുടെ മകൻ ലണ്ടനിൽ, വേറൊരാൾ ഡാലസിൽ. അത് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തോളിൽ കൈയിട്ടത് ലൂസിഫറിൻ്റെ ഏജൻ്റാണ്. എന്നാ കാര്യം? ഞങ്ങളെല്ലാം നന്മ അനുഭവിക്കും, ബാക്കിയുള്ളവരെല്ലാം ക്രൂശും കഷ്ടതയും മാത്രം പറഞ്ഞ് ജീവിച്ചോണം. അത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ദൈവസഭയ്ക്കകത്ത് അനുഗ്രഹം വേണ്ട വേണ്ട എന്ന് നിർബന്ധം പറയുന്നവർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരാണ്. ഒരു കാര്യം ദൈവസഭ അറിയുക, ഇപ്പം നമുക്കൊരു ബൈബിൾ സ്കൂൾ പണിയണം. 4 നില ബിൽഡിംഗ് 1500 രൂപയ്ക്ക് പണിയാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മുടെ പണിതിരിക്കുന്ന അച്ചാച്ചന്മാരുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കണക്കെടുത്ത് നോക്കി എത്ര CR ഉണ്ടെന്നറിയാം. തിരിച്ചറിയൂ. എന്നിട്ട് പറ, നമ്മൾ ഈ പറയുന്ന സുവിശേഷം ദാരിദ്ര്യത്തിലേക്ക് വിടുകയായിരുന്നു. അല്ല, ഈ പറയുന്നവരുടെ സഭാഹോൾ എത്ര കോടി രൂപയ്ക്കാണ് പണിതിരിക്കുന്നത്? പറയുക. അപ്പം ചിന്തിക്കണം, ഡ്യുവൽ ഫേസ് നമുക്കുണ്ടാകരുത്. ഒരു ഗണം മാത്രം നന്മ അനുഭവിച്ച് ബാക്കിയുള്ളവരെല്ലാം കഷ്ടങ്ങളിൽ കൈയിട്ടടിക്കത്തക്കവണ്ണം ജനത്തെ അങ്ങനെ പറഞ്ഞ് കെട്ടുകയും ദൈവദാസന്മാരെ ആ ഒരു കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നത് തികച്ചും ശോചനീയകരമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവസഭകളിൽ ഒരു സീനിയർ മോസ്റ്റായ ഒരു ദൈവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കാൻ തരമില്ല. അദ്ദേഹം പറയുകയാണ്, ദൈവദാസന്മാരെ, ഞാൻ 10-20 ലക്ഷം രൂപ വിലയുള്ളൊരു കാറിൽ ഞാൻ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്ന് എൻ്റെ ഫ്രണ്ടിൽ കുറേ പാവങ്ങൾ ഇരിക്കുമ്പോൾ അവരോട് എനിക്കൊരിക്കലും 20 ലക്ഷം രൂപ വിലയുള്ള കാറിൽ വന്ന ഞാൻ കഷ്ടങ്ങളിൽ കൂടി നടന്നുകൊള്ളുക, ദുഃഖമാണ് എപ്പോഴും നിങ്ങൾക്കുള്ള ശമ്പളം ഈ ഭൂമിയിൽ, ദൈവത്തെ ഒരു ഭാഗത്ത് സേവിക്കുന്നുണ്ടെങ്കിലും കഷ്ടങ്ങൾ മാറത്തില്ല, ദുഃഖങ്ങൾ മാറത്തില്ല, സന്തോഷിക്കാൻ വകുപ്പില്ല എന്നൊന്നും പ്രസംഗിക്കാൻ എനിക്ക് നാവ് പൊങ്ങത്തില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ വന്ന വാഹനം പോലും ഇത്രയും വിലയുള്ളത് ദൈവം എനിക്ക് തന്നതാണ്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നവർ കൂടി ബ്ലെസ്ഡ് ആകണമെന്ന് പറയുന്നതല്ലേ എന്നിലുള്ള പരിശുദ്ധാത്മാവും എൻ്റെ നിർവ്യാജ സ്നേഹവും ശുദ്ധ മനസാക്ഷിയും. എനിക്ക് ആ ദൈവദാസൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാര്യം നമ്മുടെ നടുവിലും വസ്തുത അറിയാവുന്നവരുണ്ട്. പക്ഷെ ഭയപ്പെടുന്ന എന്തിനാണെന്നറിയാമോ? പേടിക്കുന്ന എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെന്ത് പറയും? മറ്റുള്ളവരെന്ത് പറയുമെന്ന് നീ വിചാരിച്ച് പേടിക്കുന്നുണ്ട്. ദൈവം എന്ത് വിചാരിക്കുമെന്നൊന്ന് ചിന്തിക്കാമോ? ദൈവവചനം എന്ത് വിചാരിക്കും? ജനത്തെ നാശത്തിലേക്ക് ഇല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് ഒക്കെ തള്ളിവിടുകയാണ്. ഇപ്പം എനിക്ക് പാമ്പാടിയിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ പണിയണം. എൻ്റെ കയ്യിൽ പൈസയില്ല. ദൈവം അനുഗ്രഹം തരുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞേ പറ്റൂ. കാരണം എത്രയാന്ന് പറഞ്ഞാലും 19 പേർക്ക് താമസിക്കാനുള്ള ഡോർമിറ്ററി ഹിന്ദിക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഹാള്, അവരുടെ ഡൈനിങ്ങിനുള്ളത്, കിച്ചണുള്ളത് എല്ലാം എനിക്ക് പണിതേ പറ്റുള്ളൂ. 10,000 പേർക്ക് ഇരിക്കാനുള്ള ചർച്ച് പണിതേ പറ്റുള്ളൂ. ഞാൻ ഇന്ന് 32ാമത്തെ വാടക വീട്ടിലാണ് താമസിക്കണേ. ഞാനാണ് നിങ്ങളോട് പറയുന്നത്, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പോട്ടെ, ഇതെല്ലാം മറന്നുകളാ. അപ്പോസ്തല പ്രവൃത്തിയുടെ സമാപന സമയങ്ങൾ വരുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ചിരി വരും അത് വായിച്ചാൽ. ഈ അഗ്രിപ്പാവിൻ്റെയും ദ്രുസില്ലയുടെയും ഫെലിക്സിൻ്റെയും ഫെസ്തോസിൻ്റെയൊക്കെ നടുവിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു രാജാവേ പൗലൂസ് ദ്രവ്യം തരുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം കേൾക്കാൻ വന്നു. അപ്പോൾ നിങ്ങൾ പറ, പൗലൂസ് ആരായിരുന്നു? പൗലൂസ് ദ്രവ്യം തരുമെന്ന് ആശിച്ചാ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ പ്രസംഗിച്ചിട്ട് പൗലൂസ് വേണം കയ്യിൽ നിന്ന് കാശ് രാജാവിന് കൊടുക്കാൻ. ഇതും ചിന്തിച്ചോണ്ടാ രാജാവ് വന്നിരിക്കുന്നത്. അപ്പം രാജാവിൻ്റെ അകത്ത് പൗലൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇരിപ്പ് ഒരു ദരിദ്രവാസിയായിട്ടാണോ, ഒരു ദാരിദ്ര്യത്തിൻ്റെ ഹോൾസെയിലായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണോ? ഒരിക്കലുമല്ല.
2, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 28 പൗലോസ് 2 വർഷം വാടകയ്ക്ക് താമസിച്ചെന്നാണ് വായിക്കുന്നത്. ഓൺ എക്സ്പെൻസ്, സ്വന്തം കയ്യിൽ നിന്ന് പണം. അന്നത്തെ ഏറ്റവും വലിയ എംപയറാണ് ഈ റോമൻ എംപയർ. ഏറ്റവും വലിയ രാജകീയ ഭരണമാണ്. അന്ന് ആ ലോകത്ത് ആ റോമിൽ ചെന്ന് വാടകയ്ക്ക് താമസിക്കുന്ന അത്രയ്ക്കും ഈസിയല്ല. പക്ഷെ സ്വന്തം കയ്യിൽ നിന്ന് 2 വർഷം വാടകയ്ക്ക് പണം കൊടുത്ത് താമസിച്ച പൗലോസ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തു തരും. സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പറഞ്ഞു വിടുന്ന വഞ്ചനയുടെ നാവിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഈ തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രീച്ച് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഹയർ സ്റ്റഡീസിന് മറ്റൊരു രാജ്യത്ത് വിടണം. 2000 രൂപയുണ്ട് വിടാൻ പറ്റുമോ സഹോദരങ്ങൾ? എത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ വിദേശത്തുനിന്ന് പഠിപ്പിക്കുവാൻ? ഇത്രയ്ക്കിത്രയല്ലേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ? ബാക്കിയെല്ലാം നിങ്ങൾ പേ ചെയ്യേണ്ടതല്ലേ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും യേശു ദാരിദ്ര്യം തരുന്ന ദൈവമാണ്, യേശു കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല? പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയുന്നത് കേട്ട് നിങ്ങൾ കൈയടിച്ച് ആരാധിച്ചാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് നന്മ തരും? ദയവ് ചെയ്ത് 12 വർഷം രോഗിയായിരുന്ന സ്ത്രീയെ പറഞ്ഞുകൊണ്ട് ചെന്ന് തൊട്ടപ്പോൾ സൗഖ്യമായതുപോലെ ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് വാ തുറന്ന് പറ, എൻ്റെ ദാരിദ്ര്യം മാറും, എൻ്റെ അവസ്ഥ മാറും, എൻ്റെ വാടക വീട് മാറും, ഞാൻ സ്വന്തം വീട് വെക്കും. വേണം സഹോദരങ്ങളെ, എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അതിന് നിങ്ങൾ സമൃദ്ധി എന്ന് പറയുമോ? ഇല്ല. അതിന് നിങ്ങൾ ശാപം എന്ന് പറയുമോ? ഇല്ല. അതൊരു ബ്ലെസ്സിങ് ആണ്. ദൈവദാസന്മാരെ, നമ്മുടെ സഭയിലെ ദൈവമക്കൾ സ്വന്തം വീട്ടിൽ താമസിക്കട്ടെ. അവർ യോഗം കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അവർക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങി അവർ ഓടിക്കട്ടെ. ദയവ് ചെയ്ത് അവരെ ഒരു കാരണവശാലും ദാരിദ്ര്യത്തിൽ കൊണ്ടുപോയി കെട്ടാതെ. കഷ്ടങ്ങളുണ്ട്, കണ്ണുള്ളിടത്തോളം കാലം കണ്ണുനീരുണ്ടാവും, കഷ്ടതയുണ്ട്, അന്ത്യം വരെ കഷ്ടതയുണ്ട്. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ എന്തോരം ത്യാഗം സഹിക്കുന്നു, കഷ്ടം സഹിക്കുന്നു. കഷ്ടത ഉണ്ട്, അത് കയ്യിലിരിപ്പ് കൊണ്ടല്ല. കഷ്ടത ക്രിസ്ത്യാനിത്വം മുഖാന്തരമാ, സുവിശേഷം മുഖാന്തരമാ, അല്ലാതെ നാവുദോഷം കൊണ്ടല്ല കഷ്ടത വരണത്. തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് സഹോദരീയ ബുദ്ധിയിൽ ദൈവവചനത്തിൽ നിന്ന് ഹൃദയംഗമായി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് ഇത് സമൃദ്ധിയുടെയാണോ ദാരിദ്ര്യത്തിൻ്റെയാണോ എന്നുള്ള ആശയ സംഘടനകൾ ജനത്തിൻ്റെ അകത്ത് കൊടുക്കാതെ അവർ നന്മ അനുഭവിക്കട്ടെ സാറേ. അല്ല, നമ്മുടെ ദൈവമക്കൾ നന്മ അനുഭവിക്കുമ്പോഴല്ലേ നമ്മുടെ സഭയ്ക്കൊരു ബ്ലെസ്സിങ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ സഭാ ഹോള് പണിതത് ആരുടെ പൈസ കൊണ്ടാണ്? നമ്മുടെ സഹോദരങ്ങൾ സ്വദേശത്തും വിദേശത്തുമൊക്കെ ജോലി ചെയ്ത് യു എയിലും മിഡിൽ ഈസ്റ്റിലും GCCയിലും യൂറോപ്പിലും US-ലും ഒക്കെ അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടിയ നന്മ ദൈവസഭയുടെ പണിക്ക് വേണ്ടി അയച്ചു തന്നത് വാങ്ങിയല്ലേ ഇന്ന് ആരാധിക്കുന്ന സഭ പണിതിരിക്കുന്നത്? അതോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സഭാഹോളം ഉണ്ടാകുമായിരുന്നോ? ഒരിക്കലുമല്ല, ഒരു കാരണവശാലുമല്ല. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സൗധങ്ങൾ, നമ്മുടെ ആലയങ്ങൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ സാമ്പത്തിക നന്മ ചെലവിട്ടത് പല രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ദൈവമക്കൾ, ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ദൈവമക്കൾ, അവരുടെ കയ്യിലെ സ്തോത്രമല്ല കൊടുത്തേ, സ്തോത്ര കാഴ്ചയാണ് കൊടുത്തേ. പ്രൈസ് ഗോഡ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ്. ഈ പുസ്തകം പണം ഉണ്ടാക്കാനുള്ളതല്ല, ഈ അഭിഷേകം പണം ഉണ്ടാക്കാനുള്ളതല്ല, കൃപാവരം പണം ഉണ്ടാക്കാനുള്ളതല്ല, പ്രവചനം പണം ഉണ്ടാക്കാനുള്ളതല്ല. ഇത് വിറ്റാൽ കാശ് കിട്ടും, ഇത് വിറ്റാൽ ഉറപ്പായിട്ടും കാശ് കിട്ടും, മിനിമം 30 വെള്ളി കാശ് കിട്ടും. പക്ഷേ ഇത് വിറ്റാൽ കിട്ടുന്ന കാശൊന്നും ശാശ്വതമല്ല, അനുഭവിക്കാനും ഒക്കുന്നില്ല. എന്തിനാ ഒരക്കൽ ദാമം ഒപ്പിച്ചു വെക്കണത്? വേണ്ട. ഇതിൻ്റെ അകത്ത് സകല നന്മയും കർത്താവ് നമുക്ക് നൽകി തരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ സകല സമ്പത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി നീ അവനെ ഉന്മേഷത്തോടെ സേവിക്കായികയാൽ, ദൈവം പറയുന്നതാണ്. അപ്പോൾ സമ്പത്തിന് സമൃദ്ധി ഉണ്ടാകാൻ നീ ഉന്മേഷത്തോടെ സേവിക്കണം. ഞാനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നത്, ദൈവം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 8:9. അവൻ സമ്പന്നനായിരുന്നു, പക്ഷെ നോക്കിയപ്പോൾ സാം ജോസഫ് ദരിദ്രനാണ്. എന്നെ സമ്പന്നനാക്കാൻ അവൻ എന്ത് ചെയ്തു? ദരിദ്രനായി മാറി. അതിൻ്റെ പേര് കൃപ എന്നാണ്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഈ വർഷം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ വർഷം നിങ്ങളൊരു നന്മ അനുഭവിക്കും. ഇപ്പം ഞാൻ മെയ്യിലൊരു ബൃഹത്തായ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് പാമ്പാടിയിൽ. 6 മുതൽ 10 വരെ, മെയ് 6 to 10. 100 കണക്കിന് മിഷണറിമാരെയാണ് ടിക്കറ്റ് കൊടുത്തു കൊണ്ടുവരുന്നത്. റെയിൽവേക്ക് ഞങ്ങൾക്ക് മിഷണറിമാരെ കൊണ്ടുവരണം,
ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല. ഇനി ഞങ്ങൾ സ്വോത്രം ചെയ്യുന്നവരാ, ടിക്കറ്റ് തരണം, തരത്തില്ല. പൈസ ഉണ്ടോ ടിക്കറ്റ് തരും. ഇതൊരു സമൃദ്ധി എന്നൊന്നുമല്ല പറയുന്നത്, ഇതൊരു നന്മയാണ്, ഇതൊരു ബ്ലെസ്സിങ് ആണ്. കർത്താവ് നമ്മളോട് കാണിച്ച കരുണയാണ്. ഞാൻ പൈസ ഇല്ലാഞ്ഞിട്ട് മറ്റൊരാൾ വർഷം ടിക്കറ്റ് എടുത്താൽ കൈവച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദൈവദാസന്മാർക്ക് പല യു.പിയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ഒറീസയിൽ നിന്നൊക്കെ ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ തിരിച്ചറിയുക, ദയവായി നിങ്ങളെ മനുഷ്യൻ ചതിക്കരുത്. നിങ്ങളൊരു നന്മ അനുഭവിക്കണം. ഇല്ല എങ്കിൽ അതങ്ങനെയല്ല എന്ന് പറയുന്നവരുടെ അടുക്കൽ ചെന്ന് അവരുടെ ആസ്തി ചോദിക്കണം. അവരെല്ലാം നന്മ അനുഭവിച്ചിട്ടാ നിങ്ങളോട് പറയണേ ഒരു നന്മയും വേണ്ട. പ്ലീസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായ അതേ വചനം ഒന്നുകൂടെ പറയുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.